ഹായ് ഓൾ, ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2023 27 കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് ഡിസംബർ 27 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി എന്തിലേക്ക് പോവാം? ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? സുജലം പദ്ധതി. ഇനി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോട് കൂടിയിട്ടാണ് സുജലം പദ്ധതി എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. ഇനി സുജലം പദ്ധതിയിലൂടെ 1 ലിറ്റർ കുടിവെള്ളം 10 രൂപയ്ക്ക് റേഷൻ കടകളിലൂടെ നമുക്ക് ലഭ്യമാകും. ക്ലിയർ ആണല്ലോ ഈ ചോദ്യം? LDCക്കും LGSനും ഇമ്പോർട്ടന്റ് ആണ്. കേരള സർക്കാർ പദ്ധതികൾ കറണ്ട് അഫയേഴ്സിലും ഭരണ സംവിധാനത്തിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിച്ചിരിക്കുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിംഗ്. എന്താണ് റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് ഗവേഷകർ സ്പെക്ട്രൽ ലൈബ്രറി വികസിപ്പിച്ച കേരളത്തിന്റെ നെല്ലിനം. ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് ഗവേഷകർ സ്പെക്ട്രൽ ലൈബ്രറി വികസിപ്പിച്ച കേരളത്തിന്റെ നെല്ലിനം ഏതായിരിക്കും? ഉമ എന്ന നെല്ലിനമാണത്, ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, ഐസ്ലാൻഡിലെ ഹുസാവിക് മ്യൂസിയത്തിന്റെ 2023 ലീഫ് എറിക്സൺ ലൂണാർ പുരസ്കാരത്തിന് അർഹമായ ബഹിരാകാശ ഏജൻസി. ഒരിക്കൽ കൂടെ ചോദ്യം വായിക്കാം. ഐസ്ലാൻഡിലെ ഹുസാവിക് മ്യൂസിയത്തിന്റെ 2023 ലീഫ് എറിക്സൺസ് ലൂണാർ സമ്മാനത്തിന് അർഹമായ ബഹിരാകാശ ഏജൻസി ഏതാണ്? ബഹിരാകാശ ഏജൻസി വരുന്നത് ISRO ആണ്. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? 1969. ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? S സോമനാഥ്. അപ്പം ISRO ആണ് എന്ത് കിട്ടിയത്? ഐസ്ലാൻഡിലെ ഹുസാവിക് മ്യൂസിയത്തിന്റെ 2023 ലീഫ് എറിക്സൺ ലൂണാർ സമ്മാനത്തിന് അർഹമായത് ISRO ആണ്. ISRO സ്ഥാപിതമായത് 1969 ബാംഗ്ലൂരിലാണ് ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ചെയർമാൻ ആരാണ്? S സോമനാഥ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ പുരസ്കാരം എന്ന് നമുക്ക് നോക്കാം. വിവിധ മേഖലകളിലെ പര്യവേക്ഷണ നേട്ടങ്ങൾക്ക് ഹുസാവിക് മ്യൂസിയം 2015 മുതൽ നൽകിവരുന്ന പുരസ്കാരമാണ് ഏത്? ലീഫ് എറിക്സൺസ് ലൂണാർ പുരസ്കാരം. ഇനി ആരാണ് ഈ ലീഫ് എറിക്സൺ? ക്രിസ്റ്റഫർ കൊളംബസിന്റെ പര്യവേഷണത്തിനും 500 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിയെന്ന് കരുതപ്പെടുന്ന ആദ്യ യൂറോപ്യൻ ആണ് ആര്? ലീഫ് എറിക്സൺ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പുരസ്കാരം നൽകുന്നത്. ക്ലിയർ ആണല്ലോ? മറക്കാതിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം, 2023 മന്ത്രിസഭാ പുനഃസംഘടന പ്രകാരം കേരളത്തിൽ പുതുതായി മന്ത്രിമാരായി ചുമതലയേൽക്കുന്നത് ആരൊക്കെയാണ്? KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും. ക്ലിയർ ആണല്ലോ? നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, മലയാളികൾ ആരംഭിച്ച ഫുഡ് ഡെലിവറി സംവിധാനം. മലയാളികൾ ആരംഭിച്ച ഫുഡ് ഡെലിവറി സംവിധാനം ഏതാണ്? സിമ്പിൾ ആണ്, ലൈലോ. ലൈലോയാണ് മലയാളികൾ ആരംഭിച്ച ഫുഡ് ഡെലിവറി സംവിധാനം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം, പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ എല്ലാ ആഴ്ചയിലും എക്സാംസ് വരുന്നതാണ്. എക്സാംസ് അറ്റൻഡ് ചെയ്യുക, മോക്ക് എക്സാംസ്. അതുപോലെ തന്നെ വീഡിയോസ് കാണുക, നോട്ട്സ് പഠിക്കുക. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആപ്പിൽ കൂടെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഇതുണ്ട്, കോൺടാക്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ആറാമത്തെ ചോദ്യം, പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വ്യവസായ വകുപ്പും തദ്ദേശ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി. ഏതൊക്കെ വകുപ്പുകളാണ്? വ്യവസായ വകുപ്പും തദ്ദേശ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം. ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം. വൺ ലോക്കൽ ബോഡി വൺ പ്രൊഡക്റ്റ്. വൺ ലോക്കൽ ബോഡി വൺ പ്രൊഡക്റ്റ് എന്നതാണ് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വ്യവസായ വകുപ്പും തദ്ദേശീയ വകുപ്പും തദ്ദേശ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി. ക്ലിയർ ആണല്ലോ? നമുക്കിനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള ലോക നേതാക്കളിൽ ഒന്നാമതെത്തിയത്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള ലോക നേതാക്കൾ ഒന്നാമതെത്തിയത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. ക്ലിയർ ആണല്ലോ? എട്ടാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? INS ഇംഫൽ.
INS ഇംഫൽ ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇംഫാൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ കപ്പലിന് പേര് നൽകിയിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇംഫൽ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ചവരുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ കപ്പലിന് പേര് നൽകിയത്. ഇംഫൽ യുദ്ധം നടന്നത് 1944 വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പലാണ് ഏത്? INS ഇംഫാൽ. ക്ലിയർ ആണല്ലോ? വടക്ക് കിഴക്കൻ പേരിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ ഇന്ത്യ ബേസിക് ഫാക്ട്സിൽ ദിശകളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്, ക്ലാസ് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം, അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ്? മൈത്രി 2. അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ്? മൈത്രി 2 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇതോടുകൂടി നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ തീരുവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. നമ്മുടെ LDC, LGS, LP, UP വരാൻ പോകുന്ന SI ടെസ്റ്റുകൾക്കൊക്കെ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടന്റുകൾ ഫ്രീ ആയിട്ട് കിട്ടും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫർമേഷൻസിനും കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പ് 31-നുള്ളിൽ ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ എൻറോൾ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും എന്ത് കിട്ടുന്നത്? ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പിലെ കണ്ടന്റ് ലഭിക്കുന്നത്. അപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു.